നമുക്ക് നേപ്പാളിലെ ദുരന്ത മേഖലയിലേക്ക് ഒന്ന് പോകണം. അവിടെ മിന്നൽ പ്രളയത്തിൽ മരണം 170 എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. 134 ഇന്ത്യക്കാരടക്കം 750-ലധികം പേരെ കാണാനില്ല. നേപ്പാളിലെ വെള്ളപ്പൊക്കത്തിൽ നിരവധി മലയാളികൾ കുടുങ്ങിയിട്ടുണ്ട്. പക്ഷേ അവരൊക്കെ സുരക്ഷിതരാണ്. കൊച്ചിയിൽ നിന്നുള്ള 36-അംഗ സംഘം, വിനോദസഞ്ചാര സംഘമൊക്കെ സുരക്ഷിതരാണ് എന്നുള്ള വിവരങ്ങൾ ആശ്വാസകരമാണ്. മരുന്നുകളടക്കം 10 ടൺ രക്ഷാസാമഗ്രികൾ ഇന്ത്യ നേപ്പാളിലേക്ക് കയറ്റി അയച്ചിട്ടുണ്ട്. നേപ്പാൾ പോലീസ് അവരുടെ എക്സ് പേജിൽ ഭീതിജനകമായ നിരവധി ദൃശ്യങ്ങൾ പങ്കുവച്ചിരുന്നു. വി വിനോദ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. വിനോദ്, വലിയ ദുരന്തമാണ്. ഇപ്പോഴും നിരവധി ആളുകളെ കണ്ടെത്താനുണ്ട്. രക്ഷാപ്രവർത്തനം ദുഷ്കരമാണോ? എന്താണ് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ? രഞ്ജിത്ത്, മരണം 170 പിന്നിട്ടിരിക്കുന്നു. 800 പേരെയാണ് കാണാനില്ലാതായിരിക്കുന്നത്. 140 ഇന്ത്യക്കാരാണ്. ഈ 800 പേരിൽ 140 പേർ ഇന്ത്യക്കാരെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇപ്പോൾ സംയുക്തമായ തിരച്ചിൽ, അതായത് നേപ്പാളിന്റെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനമുണ്ട്. ചൈനയുടെ ചില സഹായങ്ങൾ ലഭിക്കുന്നുണ്ട്. ഇന്ത്യയും ഇപ്പോൾ സജീവമായി തന്നെ രംഗത്തുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള മരുന്ന് ഉൾപ്പെടെയുള്ള സാധനങ്ങളാണ് ഇപ്പോൾ അവിടെ എത്തിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട് രഞ്ജിത്ത്. അതായത് പശ്ചിമ ബംഗാളിൽ നിന്നുള്ള ആളുകൾ, തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളാണ് ഈ 140 പേരിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് എന്ന വിവരമാണ്. ഇഷ ഫൗണ്ടേഷനിൽ നിന്നുള്ള സംഘവും ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്ന വിവരം പുറത്തു വരുന്നു. അതായത് കൂടുതലും തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, പിന്നീട് ഇഷ ഫൗണ്ടേഷനിൽ നിന്ന് തീർത്ഥയാത്ര പോയവർ, ഇങ്ങനെയുള്ള ആളുകളാണ് ഈ 140 പേരിൽ കൂടുതലും ഉൾപ്പെട്ടിട്ടുള്ളത്. മലയാളികളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ അല്പസമയത്തിനുള്ളിൽ നോർക്കയുടെ ഒരു ഔദ്യോഗിക വിശദീകരണം വരും. ഏതാണ്ട് 36 പേരാണ് കൊച്ചിയിൽ നിന്നുള്ളൊരു സംഘം പോയത്. ഈ 36 പേരും സുരക്ഷിതരെന്ന വിവരമാണ് വന്നിട്ടുള്ളത്. ഇതിൽ ചിലരുമായി ആശയവിനിമയം നടത്താൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി വരുന്ന വിവരങ്ങൾ. ഇതിൻ്റെ അപകട കാരണം സംബന്ധിച്ചുള്ള സ്ഥിരീകരണം കൂടി പുറത്തു വന്നിട്ടുണ്ട്. അത് ഈ മഞ്ഞുമല ഇടിഞ്ഞത് തന്നെയാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായതിന് കാരണമെന്ന വിവരമാണ്. സ്വാഭാവികമായി ഉണ്ടാകുന്ന തടയണകളുണ്ട്. ഈ തടയണയിൽ വെള്ളം സംഭരിക്കപ്പെടുകയും പിന്നീട് അത് ക്രമാതീതമാകും പൊട്ടി താഴോട്ട് ഒഴുകുകയും ചെയ്യും. അങ്ങനെ ഒരു പ്രതിഭാസമാണ് സംഭവിച്ചതെന്ന വിലയിരുത്തൽ വരുന്നുണ്ട്. ചൈനയുടെ ചില പ്രവർത്തനങ്ങൾ ടിബറ്റ് അതിർത്തിയിൽ നടക്കുന്നുണ്ട്. അവരുടെ വലിയൊരു ഡാം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നിർമ്മാണ പ്രവർത്തനവുമായി ചൈന മുന്നോട്ട് പോവുകയാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ പ്രവൃത്തി നിർത്തിവെക്കണമെന്ന ആവശ്യം പല കോണുകളിൽ നിന്നായി ഉയർന്നു വരുന്നുണ്ട്. അങ്ങനെയുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായി പുറത്തു വരുന്നത്. കാഠ്മണ്ഡുവിൽ നിന്ന് ഏതാണ്ട് 120 കിലോമീറ്റർ ദൂരമുള്ള റുസുവ എന്ന ഒരു ഇടത്താവളം, അവിടേക്ക് നിരവധി പേർ എത്തിയിരുന്നു. ഈ മാനസ സരോവര യാത്രയ്ക്കൊക്കെ തന്നെ അതിന് എത്തുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ നിന്നാണ് ഈ ക്ലിയറൻസ് ഒക്കെ വാങ്ങേണ്ടത്. അതിനുവേണ്ടിയുള്ള ഒരു ഔദ്യോഗിക മന്ദിരമുണ്ട്. ആ മന്ദിരം ഉൾപ്പെടെയാണ് ഇപ്പോൾ തകർന്നിട്ടുള്ളത്. വാഹനങ്ങൾ റോഡിൽ ഉണ്ടായിരുന്നു, നിർത്തിയിട്ടിരുന്നവയും സഞ്ചരിക്കുന്നവയും ഉണ്ടായിരുന്നു. ഈ വാഹനങ്ങളെല്ലാം തന്നെ ഒഴുകിപ്പോകുന്ന സാഹചര്യം. മാർക്കറ്റുകൾ, ഈ ജനങ്ങൾ ഒത്തുകൂടിയ വലിയ മാർക്കറ്റുകളുണ്ട്. ഈ മാർക്കറ്റുകളെല്ലാം ഒലിച്ചു പോയി, ഗ്രാമങ്ങൾ ഒലിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാണാതായവരുടെ സംഖ്യ, മരിച്ചവരുടെയൊക്കെ സംഖ്യ ഇപ്പോൾ വന്നിട്ടുള്ള ഔദ്യോഗിക കണക്കിൽ നിൽക്കുമോ എന്ന കാര്യത്തിലും ആശങ്കയുണ്ട് രഞ്ജിത്ത്. അതാണ് സാഹചര്യം. ഏതായാലും അതിശക്തമായ ഭൂകമ്പമാണ് ഉണ്ടായത്, മിന്നൽ പ്രളയമാണ് ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്ന് കൊണ്ടിരിക്കുകയാണ്. 800-ലധികം ആളുകളെ കാണാനില്ല എന്ന് പറയുമ്പോൾ വിനോദ, ഇപ്പോൾ ഈ പ്രദേശത്തിൻ്റെ ഒരു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയുമുണ്ടല്ലോ. വലിയ ടൂറിസം മേഖലയാണ്. കൈലാസ് മാനസരോവർ യാത്ര ചെയ്യുന്ന സഞ്ചാരികളുടെ ഒരു ഡെസ്റ്റിനേഷൻ പ്ലേസാണ്, ഒരു വിശ്രമ കേന്ദ്രവും മറ്റുമാണ്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഭൂരിഭാഗം ആളുകളും വിദേശികളായിരിക്കണമെന്ന് വേണം മനസ്സിലാക്കാൻ. രഞ്ജിത്ത്, അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഈ രസുവഗഡി പ്രവിശ്യ, ചൈനയുടെ നിയന്ത്രണത്തിലുള്ള ടിബറ്റിൻ്റെ പ്രദേശമാണ്. ഇവിടെയാണ് ഈ വെള്ളപ്പാച്ചിലിൻ്റെ തുടക്കം. അവിടെ നിന്നാണ് ഇത് ഇടിഞ്ഞ് വരുന്നത്. ഈ മണ്ണും മലയും വെള്ളവും എല്ലാം ചേർന്ന്, പാറ കഷ്ണങ്ങളും എല്ലാം ചേർന്ന് ഇങ്ങനെ കുത്തി ഒലിച്ച് വരുന്നത് ഇവിടെ നിന്നാണ്. നുവാങ്കോട്, രസുവ, ഗൂർഖ എന്നീ നേപ്പാളിൻ്റെ ജില്ലകളെയാണ് ഇത് പ്രധാനമായും ഇപ്പോൾ ബാധിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ബീഹാറിലും യു പിയിലും അടക്കം
ഇപ്പോൾ ഇതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായാൽ അവിടെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവിടെ നിന്ന് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുന്ന നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ വലിയ വെള്ളപ്പൊക്കം ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ ഉണ്ടായാൽ, അല്ലെങ്കിൽ ചൈന ഇപ്പോൾ നടത്തുന്നത് പോലുള്ള ഈ ഡാമിൻ്റെയൊക്കെ പ്രവർത്തനം നടക്കുകയും അവിടെ ഈ ഭൂചലനം ഉണ്ടാകുന്ന സ്ഥലമാണ്. അങ്ങനെ എന്തെങ്കിലും വലിയ അപകടമുണ്ടായാൽ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെയും ബംഗ്ലാദേശിനെയും ഒക്കെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് ഈ അപകടങ്ങൾ മാറാമെന്നൊരു മുന്നറിയിപ്പ് കൂടി വരുന്നുണ്ട്. നമ്മൾ ഇവിടുത്തെ ഒരു പ്രദേശം നോക്കിയാൽ സാപ്പു ബസി തുമൂരെ ഗ്രാമങ്ങൾ, അങ്ങനെ 2 ഗ്രാമങ്ങൾ ഒലിച്ചുപോയി. നമുക്കറിയാം, ആളുകൾ അധിവസിക്കുന്ന പ്രദേശങ്ങൾ, അവരുടെ വീടുകൾ, മറ്റ് കെട്ടിടങ്ങളെല്ലാം ഒന്നാകെ ഒലിച്ചു പോകുന്ന തരത്തിലുള്ള അങ്ങനെ 2 ഗ്രാമങ്ങൾ. 12 ജലവൈദ്യുത പദ്ധതികൾ, ഈ പ്രദേശത്തുണ്ടായിരുന്ന 12 ജലവൈദ്യുത പദ്ധതികളാണ് ഇല്ലാതായത്. 19 പാലങ്ങൾ ഒലിച്ചുപോയി. 40 കിലോമീറ്റർ റോഡ് നശിക്കുകയും ചെയ്തു. അതായത് രഞ്ജിത്ത്, ഇതെല്ലാം തന്നെ ജനവാസ മേഖലയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഒരു കണക്ക് സംബന്ധിച്ചുള്ള ആശങ്ക നിലനിൽക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു എമിഗ്രേഷൻ സെൻ്റർ ഉണ്ട്. കാഠ്മണ്ഡുവിൽ നിന്ന് 120 കിലോമീറ്റർ മാറി ഏതാണ്ട് ഒരു 7 മണിക്കൂർ വരെ ജീപ്പ് യാത്ര നടത്തേണ്ട ഒരിടമാണ്. റസുവയിൽ നിന്ന് റസുവ ഗഡിയിലേക്ക് പോകുന്നതിന് മുൻപ് ടിബറ്റിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇമിഗ്രേഷൻ സെൻ്ററാണ്. ഈ സെൻറ്റർ പൂർണ്ണമായും തകർന്ന് തരിപ്പണമായി, ആ ടൗൺ പൂർണ്ണമായും തകർന്നു പോകുന്ന അവസ്ഥയുണ്ടായി. അവിടേക്കാണ് ഈ സഞ്ചാരികളെല്ലാം തന്നെ എത്തിയത്. വിദേശത്തു നിന്നുള്ള ആളുകളും ഇവിടെ എത്തിയിരുന്നു. കാരണം അവിടെ ഒരു തീർത്ഥാടന കേന്ദ്രമാണ്, വിനോദസഞ്ചാര കേന്ദ്രമാണ്. ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി അവിടെ എത്തുന്ന ആളുകൾ ഇവരെല്ലാം തന്നെ തിങ്ങിപ്പാർത്തിരുന്ന പ്രദേശങ്ങൾ കൂടിയാണ് ഇങ്ങനെ ഒലിച്ചു പോയത്. മഞ്ഞുപാളികൾ ഒഴുകി വന്നത് തന്നെയാണ്. കോഷി നദിയാണ്. ഈ നദി കരകവിഞ്ഞ് ഒഴുകി അതിന് തീരത്തുണ്ടായിരുന്ന കെട്ടിടങ്ങളെല്ലാം തന്നെ ഇങ്ങനെ എടുത്തു പോകുന്ന ഒരു സാഹചര്യം. നേപ്പാളിലൂടെ ഒഴുകുന്ന തൃശ്ശൂൽ എന്ന നദി എന്ന പേരിലാണ് പിന്നീട് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന ബീഹാറിലേക്ക് ഇത് വരുമ്പോൾ ത്രിവേണി എന്ന പേരിലേക്ക് മാറുകയും ചെയ്യും. ഇങ്ങനെ ബീഹാർ അടക്കമുള്ള പ്രദേശങ്ങളിൽ വലിയ കെടുതി ഉണ്ടാക്കുന്ന തരത്തിലുള്ളൊരു അപകടമാണ് പെട്ടിരിക്കുന്നത്. ഏതായിരുന്നാലും ഇപ്പോൾ മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ ആളുകൾക്ക് ഈ വെള്ളപ്പാച്ചിൽ അപകടം ഉണ്ടാകാതിരിക്കാനുള്ള തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു കാര്യം രഞ്ജിത്ത്, നമ്മൾക്ക് ഇവിടെ പറയാൻ കഴിയുന്നത്, ഇങ്ങനെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുണ്ട്. ഒരുപക്ഷെ സ്വാഭാവികമായി ഇത്തരം തടയണകൾ സൃഷ്ടിക്കപ്പെടുകയും അത് തകരുകയും ചെയ്യുമ്പോൾ ഇതൊക്കെ തന്നെ ഒരുപക്ഷെ പ്രവചിക്കാൻ കഴിയാത്ത തരത്തിലുള്ളതാണ്. ഇങ്ങനെയുള്ള തടയണകൾ പലപ്പോഴും ഈ ഹിമാലയത്തിൻ്റെ പല വശങ്ങളിലും ഉണ്ടാകാറുണ്ട്. മഞ്ഞുമലകൾ ഉരുകി ഒലിച്ച് അല്ലെങ്കിൽ അതിങ്ങനെ വെള്ളമായി വരികയും പിന്നീട് അത് ഒരു തടയണയായി സ്വയം മാറുകയും അതിൽ വെള്ളം സംഭരിക്കപ്പെടുകയും ചെയ്യും. പിന്നീട് ഏതെങ്കിലും സാഹചര്യത്തിൽ ഇത് പൊട്ടുമ്പോഴാണ് ഈ തരത്തിലുള്ള വലിയ അപകടങ്ങൾ സംഭവിക്കുന്നത്. ഏതായിരുന്നാലും നമുക്ക് സുനാമി പോലെയോ അല്ലെങ്കിൽ ഒരു മഴ മുന്നറിയിപ്പ് പോലെയോ ഒക്കെ തന്നെ മുന്നറിയിപ്പ് നൽകാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല ഇത്തരം മണ്ണിടിച്ചിലുകൾ ഉണ്ടാകുമ്പോഴുള്ളത്. നമുക്കത് അറിയാം. നമ്മുടെ നാട്ടിലും ഇപ്പോൾ മുണ്ടക്കൈ, ചൂരൽമല ദുരന്തങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. നമ്മുടെ മനസ്സിലും ഒരു കീറലായി, നോവായി നിൽക്കുന്ന കാഴ്ചകളാണ്. അതിന് സമാനമായ ഒരു കാഴ്ച തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഏതായിരുന്നാലും വലിയ ദുരന്തമാണ്. ഇപ്പോൾ നമ്മുടെ രാജ്യം ഇതിൽ ഇടപെടുന്നു. 10 ടൺ മരുന്നുൾപ്പെടെയുള്ള വസ്തുക്കൾ ഈ ദുരന്തബാധിത പ്രദേശത്തേക്ക് കയറ്റി അയച്ചിട്ടുണ്ട്. അതവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട്. രഞ്ജിത്ത്, ശരി. വി വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്.